നമസ്കാരം. നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് കോവള മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കോവളത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിറ്റിംഗ് MLA കൂടിയായ വിൻസെൻ്റ് ആണ്. LDF വേണ്ടി ഫഹദ് റൂഫസ് എന്ന ഒരു ചെറുപ്പക്കാരനാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി TN സുരേഷ് എന്ന സ്ഥാനാർത്ഥിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം BJP ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയായിട്ട് തോന്നുന്നില്ല. BJP പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. വെല്ലുവിളി ഉയർത്തുന്ന മണ്ഡലങ്ങളിൽ അതുപോലെ തിരിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ BJP പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഇവിടെ മത്സരം ശരിക്കും പറഞ്ഞാൽ LDFും UDFിലും തന്നെയായിരിക്കും. വിൻസെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചീത്തപ്പേര് നാളിതുവരെ ഉണ്ടാക്കാത്ത വ്യക്തിയാണ്. നേരത്തെ എന്തോ ചെറിയ അലിഗേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു വിഷയമല്ല. UDFിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാൻഡിഡേറ്റാണ് വിൻസെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിൽ വിൻസെൻറ്റിന് തന്നെയാണ് വിജയസാധ്യത കാണുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ട് നമ്മൾ ഒരു സർവേ ആയിട്ട് എടുത്താൽ തന്നെയും വിൻസെൻറ്റിനെ അനുകൂലിച്ച് തന്നെയാണ് മിക്കവരും പറയുന്നത്. പിന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം, LDF സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്ത്, ആ കാര്യം ശക്തമായി പ്രതിഫലിക്കുമ്പോൾ തീർച്ചയായിട്ടും വിൻസെൻറ്റിന് തന്നെയാണ് ജയസാധ്യത കാണുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഗവൺമെൻറ്റിനെതിരെയുള്ള ഈ ശക്തമായ ജനവികാരം അത് വോട്ടായി മാറുകയാണെങ്കിൽ LDFന് അവിടെ തോൽവിയാണ്, അല്ലെങ്കിൽ പരാജയം തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. അത് മാത്രമല്ല, ഇടയ്ക്ക് നടന്ന പ്രാദേശികമായിട്ടുള്ള ഇലക്ഷനിൽ തന്നെ കൗൺസിലർ സ്ഥാനത്തേക്ക് കോൺഗ്രസിനെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും കോൺഗ്രസ് അവിടെ ഔദ്യോഗികമായി നിയമിച്ച സ്ഥാനാർത്ഥിക്കാണ് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് തന്നെ ആ ഒരു UDFന് അനുകൂലമായ തരംഗമാണ് ഈ മണ്ഡലത്തിൽ, കോവള മണ്ഡലത്തിൽ ഉടനീളം കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ പറഞ്ഞാലും ബാക്കി കാര്യങ്ങൾ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഭരണമാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിൻസെൻ്റ് ജയിക്കും. അല്ലെങ്കിൽ തന്നെയും വിൻസെൻറ്റിന് തന്നെയാണ് കൂടുതൽ ജയസാധ്യത കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. എതിരഭിപ്രായമുള്ളവർക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നല്ല കമൻറ്റുകളും ചീത്ത കമൻറ്റുകളും ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷം. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.